ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെവി വണ്ടിയിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ യൂസ് ചെയ്യാറില്ല, പകരം നമ്മൾ സെക്കൻഡ് ഗിയറാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ബസ്സിൽ പോയാലും കാണാം, നമ്മുടെ റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതേ കാര്യം തന്നെ നമ്മൾ ഗെയിമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഗിയറുകളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അതായത് ഗിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ്റെ ഒരു പവർ കൂട്ടാനായിട്ട്, അതായത് ഓരോ ഗിയറിലും ഓരോ പവറായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഗിയറുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എഞ്ചിനനുസരിച്ചായിരിക്കും, നമ്മുടെ എഞ്ചിൻ്റെ പവർ അനുസരിച്ചായിരിക്കും നമ്മുടെ ഗിയറുകളുടെ മെഷർമെൻറ്റ് വരിക, അതുപോലെ ആയിരിക്കും അതിൻ്റെ പവറും വരിക. അപ്പോൾ നമ്മുടെ ഹെവി വണ്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹെവി വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ വെയിറ്റിനേക്കാട്ടിലും കൂടുതൽ ലോഡ് വലിക്കുന്നതാണ് ഹെവി വണ്ടികളുടെ ഒരു പ്രത്യേകത. അതായത് ഇപ്പോൾ ലോറിയൊക്കെ കണ്ടിട്ടില്ലേ, ടണ്ണ് കണക്കിനാണ് നമ്മൾ ലോഡ് മാത്രമായിട്ട് വരുന്നത്. വണ്ടീനേക്കാട്ടിലും വെയിറ്റാണ് നമ്മൾ ഈ ഒരു ഹെവി വണ്ടിയിലൊക്കെ എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കാർ പോലെയുള്ള ചെറിയ വണ്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് അത്ര ലോഡിൻ്റെ ആവശ്യമില്ല. ഏകദേശം വണ്ടിയുടെ അത്ര പോലും നമ്മൾ ആളെ എടുക്കുന്നില്ല. ഒരു കാറിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 7-8 അത്രയൊക്കെ വരുള്ളൂ. വലിയൊരു കാറിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്, അപ്പോൾ അത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ അത് വണ്ടിയുടെ വെയിറ്റിൻ്റെ അത്രയൊന്നും വരില്ല. അപ്പോൾ നമ്മുടെ കാറിൻ്റെയൊക്കെ എഞ്ചിൻ എന്ന് വെച്ചാൽ അത്രയും അതേപോലെ തന്നെ ചെറിയ ചെറിയ സി സിയിലായിരിക്കും വരിക. കുറച്ച് മാത്രമേ സി സികൾ ഉണ്ടാവുള്ളൂ. എൻജിൻ പവറും അതേപോലെ കുറച്ചായിരിക്കും, കാരണം നമ്മൾ വലിയ ലോഡൊന്നും എടുക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മുടെ ഹെവി വണ്ടിയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ബസ്സൊക്കെ ആണെങ്കിൽ ഏകദേശം 5000-ന് മുകളിൽ സി സിയിലാണ് നമ്മുടെ ഒരു ബസ്സൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പവർ മൊത്തം നല്ല പവറായിരിക്കും, കാരണം നമ്മൾ അത്രയും ലോഡ് വെച്ച് എടുക്കേണ്ടതല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിൽ എന്തിനാണ് നമ്മുടെ ഹെവി വണ്ടി എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സെക്കൻഡിൽ എടുക്കേണ്ട സന്ദർഭങ്ങളിലാണ് ശരിക്കും അത് എടുക്കുക. അല്ലാതെ എപ്പോഴും സെക്കൻഡ് ഗിയറിലായിരിക്കില്ല. നമ്മൾ ലോഡുള്ളപ്പോൾ ഫസ്റ്റിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വണ്ടിയുടെ അത്ര പോലും വെയിറ്റ് വരില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് അതിൻ്റെ ഗിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്കറിയാം വണ്ടിയിൽ ഫസ്റ്റ് ഗിയറിലാണ് നമ്മൾ വണ്ടി എടുക്കേണ്ടത്. അപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ, നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഫസ്റ്റ് ഗിയറിലായിരിക്കും നമ്മുടെ വണ്ടി എടുക്കുക. കാരണം ഏറ്റവും പവർ കൂടിയ ഏറ്റവും ലോ ഗിയർ ആ ഒരു ഫസ്റ്റ് ഗിയർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഇപ്പോൾ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും ആ ഒരു ഫസ്റ്റ് ഗിയറിലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അതേ ഒരു കണക്കിനായിരിക്കും ആ ഒരു ഫസ്റ്റ് ഗിയർ അതിൽ വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ അധികം ലോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു ഗിയർ വേണ്ടി വരില്ല. അപ്പോൾ ഫസ്റ്റ് ഗിയർ ആയിരിക്കും ഏറ്റവും പവർ കൂടിയത്. ബസ്, ലോറി അതുപോലെ ഹെവി വണ്ടികളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞത് നമ്മൾ വണ്ടീനെക്കാട്ടിലും ലോഡ് എടുക്കുന്ന ഒരു ഹെവി വണ്ടികളാണിത്, ഹെവി പർപ്പസ് വണ്ടികളാണ്. അപ്പോൾ അതിനനുസരിച്ച് സി സി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ സെക്കൻഡ് ഗിയർ ആയിരിക്കും. അതിൻ്റെ ഒറിജിനൽ ഗിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ലോ ഗിയർ എന്നാണ് പറയുക. ഇതാണ് നമ്മുടെ ഹെവി വണ്ടികളുടെ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ ഫസ്റ്റ് ഗിയർ, കാറിനൊക്കെ ഫസ്റ്റ് ഗിയർ നമ്മുടെ ഫസ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ആ ഒരു ബസ്സിന് വരുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഗിയർ, അതായത് എടുക്കേണ്ട ഗിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡാണ്. കാരണം നമ്മൾ ഇപ്പോൾ ലോഡ്, ഇപ്പോൾ വണ്ടീനെക്കാട്ടിലും കൂടുതൽ ലോഡ് വരുമ്പോൾ നമുക്ക് എന്തായാലും എക്സ്ട്രാ പവർ വേണം. അപ്പോൾ എക്സ്ട്രാ ആയിട്ടൊരു ഗിയർ കൊടുക്കുന്നതാണ് നമ്മുടെ ശരിക്കുള്ള ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ വലിയ ടോറസ് അതുപോലെയൊക്കെ ആണെങ്കിൽ അതിനും കൂടി ഒരു എക്സ്ട്രാ ഗിയറായിട്ടാണ് നമ്മൾ സി ഗിയർ, ലോ ഗിയർ എന്നൊക്കെ പറയും, അങ്ങനത്തെ ഗിയറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൽ പോയാലും ഇപ്പോൾ ഫുൾ ആളുണ്ടെങ്കിലും ആ ഒരു വണ്ടി നമ്മൾ സെക്കൻഡിൽ വലിച്ചുകൊണ്ട് പോകുന്നത് കാണാം. കാരണം ബസ്സിൻ്റെയും ലോറിയുടെയൊക്കെ ഒരു ഫസ്റ്റ് ഗിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡ് ഗിയർ ആയിരിക്കും. അതായത് ആ ഒരു സെക്കൻഡ് ഗിയർ മതി നമുക്ക് വണ്ടി അത്യാവശ്യം വലിച്ചുകൊണ്ട് പോകാനായിട്ട്. സെക്കൻഡ് ഗിയർ മതി, നമുക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ ആവശ്യമേ വരുന്നില്ല. പക്ഷേ നമ്മൾ ലോറിയിലൊക്കെ നമ്മളിപ്പോൾ ഫുൾ ടണ്ണൊക്കെ ആയിട്ട് വണ്ടി പോകുമ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഗിയറും പോരാതെ വരും. കാരണം അത്രയും വെയിറ്റാണ്. പ്രത്യേകിച്ച് ഒരു ചെറിയ കയറ്റം ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ ഫുള്ള് പവറായിരിക്കും. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ വണ്ടി അധികം നീങ്ങില്ല, പക്ഷേ നല്ല RPM ആയിരിക്കും. എൻജിൻ പെട്ടെന്ന് റേസ് ആവും, പതുക്കെ അനങ്ങിയേ വണ്ടി പോവുള്ളൂ ഫസ്റ്റ് ഗിയറിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് അത്രയും മൈലേജ് കളയേണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ഗിയറിലിട്ട് എടുക്കുന്നത്. കാരണം നമുക്ക് അത്ര പവർ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ കാറുകളൊക്കെ പോലെ അങ്ങനത്തെ ചെറിയ വണ്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ എക്സ്ട്രാ ഒരു ഗിയറിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ അത്രയൊന്നും ലോഡായിട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഗിയർ അവിടെ ഓക്കെയാണ്. ഇപ്പോൾ ബസ്സിലൊക്കെ ആയാലും ആ ഒരു സെക്കൻഡ് ഗിയർ ഓക്കെയാണ് ഫുൾ ഗിയറിലും. നമുക്ക് ഫസ്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചെറിയൊരു കയറ്റമൊക്കെ വരുമ്പോൾ അവർ ഫസ്റ്റിലിട്ട് എടുക്കും. പക്ഷേ നമ്മുടെ ഹെവി വണ്ടിയുടെ കമ്പനിക്കാർ പറയുന്നത്, അതായത് എല്ലാ വണ്ടികളുടെയും കമ്പനിക്കാർ പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് തന്നെ എടുക്കണം എന്നാണ്. പക്ഷേ ഇതൊന്നും അവിടെ ആരും ചെയ്യാറുമില്ല, ആവശ്യമില്ല എന്നുള്ളതാണ് വേറൊരു സത്യം.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഹെവി വണ്ടിയിൽ നമ്മൾ വണ്ടിയുടെ വെയിറ്റിനെക്കാട്ടിലും അധികമായിരിക്കുമല്ലോ നമ്മൾ ലോഡ് എടുക്കുക. അപ്പോൾ ഈ ഒരു ലോഡിന് നമുക്ക് ഇപ്പോൾ സെക്കൻഡ് ഗിയർ ആണ് നമ്മുടെ ഹെവി വണ്ടികൾ നമുക്ക് ഫസ്റ്റായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഫസ്റ്റിലാണല്ലോ നമ്മൾ എടുക്കുക, എല്ലാ വണ്ടികളും ഫസ്റ്റിൽ എടുക്കണം എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ഹെവി വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയർ ആയിരിക്കും അതിൻ്റെ ഫസ്റ്റ്. പക്ഷേ നമ്മളിപ്പോൾ ഫുൾ ലോഡുമായിട്ട് നമ്മളൊരു ചെറിയ കയറ്റത്തെത്തിയാൽ നമുക്ക് ആ ഒരു സെക്കൻഡ് ഗിയർ പോരാതെ വരും. അപ്പോൾ അതിനായിട്ടാണ് നമ്മുടെ ഹെവി വണ്ടിയിൽ എക്സ്ട്രാ ഒരു ഗിയർ എന്ന് വെച്ചിട്ട് നമ്മൾ വെക്കുന്നതാണ് ഈ പറഞ്ഞ ശരിക്കുള്ള ഫസ്റ്റ് അതിൻ്റെ. പക്ഷേ നമുക്ക് കാറുകളിൽ അത് വരാത്തതിൻ്റെ കാരണം നമ്മൾ വണ്ടിയുടെ അത്ര പോലും നമുക്ക് വെയിറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ 4-5 ആൾ കയറിയാൽ വെയിറ്റ് ഒന്നും ആവില്ല. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി, അതായത് നമ്മുടെ ഹെവി വണ്ടികളൊക്കെ സെക്കൻഡ് ഗിയർ എടുക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഒരു യൂസ്ഫുൾ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.